ഉള്ളൊഴുക്ക്. ക്രിസ്റ്റോ ടോമി തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്ന ചിത്രത്തിൽ ഉർവശി, പാർവതി എന്നിവരാണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കക്കാലത്ത് നടക്കുന്ന പശ്ചാത്തലത്തിലൂടെയാണ് സിനിമ കഥ പറയുന്നത്. മകൻ മരിച്ച വിഷമത്തിലിരിക്കുന്ന അമ്മയും ഭർത്താവ് നഷ്ടപ്പെട്ട ഭാര്യയും വെള്ളമിറങ്ങാതെ അടക്ക് നടത്താൻ കഴിയാത്ത ഈ അവസ്ഥയിലൂടെയാണ് തിരക്കഥ മുന്നോട്ടു പോകുന്നത്. ലീലാമ്മയുടെ വേഷത്തിലെത്തിയ ഊർവശിയും അഞ്ജു എന്ന ഭാര്യയുടെ വേഷത്തിലെത്തിയ പാർവതിയും അവരുടെ വേഷങ്ങൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ലീലാമ്മയുടെ അഞ്ജുവിൻ്റെ ഉള്ളൊഴുക്കിലൂടെയാണ് സിനിമ സംസാരിക്കുന്നത്. മകന്റെ ശവത്തോടൊപ്പം ജീവിക്കേണ്ടി വരുന്ന അമ്മയുടെയും ഭർത്താവിന്റെ ശവത്തോടൊപ്പം ജീവിക്കേണ്ടി വരുന്ന ഭാര്യയുടെയും മാനസികാവസ്ഥയിലൂടെയാണ് സിനിമ മുന്നോട്ടു പോകുന്നത്. കുട്ടനാടിന്റെ സൗന്ദര്യവും വെള്ളപ്പൊക്കത്തിന്റെ ഭീകരതയും വരച്ചുകാട്ടുന്നതിൽ ഷഹനാദ് ജലാലിന്റെ ഛായാഗ്രഹണവും സിനിമയ്ക്ക് മിഴിവേകുന്നു. എഡിറ്റിംഗ് കിരൺ ദാസ്. സിനിമയുടെ ഓരോ ഒഴുക്കിന്റെ കൂടെയും പ്രേക്ഷകനെയും കൊണ്ടുപോകുന്നതിൽ സുഷിൻ ശ്യാമിന്റെ പശ്ചാത്തല സംഗീതവും വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. കറി ആൻഡ് സൈനൈഡ് എന്ന നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിയുടെ സംവിധായകൻ കൂടിയായ ക്രിസ്റ്റോ ടോമിയാണ് സിനിമയുടെ കഥയും തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. അലൻസിയർ, അർജുൻ രാധാകൃഷ്ണൻ, പ്രശാന്ത് മുരളി തുടങ്ങിയവർ അവരുടെ വേഷങ്ങൾ മികച്ചതാക്കിയിട്ടുണ്ട്. ശാന്തമായി ഒഴുകുന്ന പുഴയുടെ ഉള്ളറകളിലേക്കാണ് സംവിധായകൻ നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. കുടുംബത്തിന്റെ കെട്ടുറപ്പ് ചോരാതിരിക്കാൻ ശ്രമിക്കുന്ന ലീലാമ്മയും സ്വന്തം ജീവിതം ഇഷ്ടത്തിനായി ജീവിക്കാൻ ശ്രമിക്കുന്ന അഞ്ജുവിനെയും കാണുന്ന പ്രേക്ഷകന് തന്റെ തന്നെ പ്രതിരൂപമായി മാറുന്നതിൽ സംവിധായകൻ വിജയിച്ചിട്ടുണ്ട്. തിയേറ്റർ എക്സ്പീരിയൻസിൽ മസ്റ്റായി ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു സിനിമ കൂടിയാണ് ഉള്ളൊഴുക്ക്.